മലയാളികൾ അങ്ങനെയാണല്ല. ഞങ്ങൾ 2 കൊടുക്കാണ് 2000 രൂപ. ഇവിടെ വന്നതിന് ശേഷം ഉണ്ടത് ഈ വെളുത്ത സവാള. ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ഷർഫ് അഗൈൻ. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ ഓഫ് ഡേ ആയതുകൊണ്ട് ഷോപ്പിങ്ങിന് കോസ്കോയിൽ വന്നൊക്കെയാണ്. കോസ്കോനെ പറ്റി സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കോസ്കോ ഒരു വെയർ ഹൗസ് ആണ്. നമുക്ക് ഹോൾസെയിലായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വെയർ ഹൗസ് ആണ്. കുറേ ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റിയത്. പിന്നെ എന്താ പറയുക, നമുക്ക് ഷോപ്പിലേക്കോ അല്ലെങ്കിൽ വീട്ടിലേക്കോ നമുക്ക് ബൾക്കായിട്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്നു. ഇത് നമ്മളുടെ കോസ്കോ മെമ്പർഷിപ്പ് കാർഡ്. ഇത് ടാപ്പ് ചെയ്താലാണ് നമുക്ക് അകത്ത് കയറാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ ആദ്യം തന്നെ ചെന്ന് കയറിയപ്പോൾ തന്നെ കണ്ടത് ഈ ഹുഡീസിന്റെയും ഈ ജമ്പേഴ്സ്, അങ്ങനെ നമ്മൾ ഈ വിന്ററിൽ ഇടുന്ന ഡ്രസ്സിന്റെ ഒക്കെ ഒരു ഏരിയ ആയിരുന്നു. നെറ്റ്സിന്റെ ഒരു ഏരിയ ആണ്. നെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നവരെ കാണാത്തതും കണ്ടിട്ടുമായിട്ടുള്ള ഒരുപാട് നെറ്റ്സ് ഉണ്ട്, പല തരത്തിലുള്ളത്. അപ്പൊ കുറച്ച് വറുത്തതും പൊരിച്ചതും ഉപ്പിട്ടതും ഉപ്പില്ലാത്തതും ഒക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെ ടൈപ്പ് സാധനങ്ങളാണ് ഞങ്ങൾക്ക് പോലും ഞങ്ങൾ ആദ്യം ചിലതൊക്കെ ആയിട്ടാണ് കാണുന്നത്. പിന്നെ ഈ ഒരു ഏരിയ നമ്മൾ വെയർ ഹൗസിൽ കണ്ടായിരുന്നു വെച്ചാൽ നമുക്ക് ഈ ഷോപ്പിങ്ങിന് വന്ന ആൾക്കാർക്ക് ഒരു റീഫ്രഷ്മെന്റിന് വേണ്ടി ഫുഡോ ജ്യൂസോ ഡ്രിങ്ക്സോ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഏരിയ. ഇവിടെ നമുക്ക് അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടും, എല്ലാ ബ്രാൻഡ്സും ഉണ്ടാകും. അതേപോലെ തന്നെ കോസ്മെറ്റിക് ഐറ്റംസ് ആണെങ്കിലും ഒരുപാട് കളക്ഷൻസ് ഒക്കെ കണ്ടു. പിന്നെ നമ്മൾ സ്പ്രേകൾ, പെർഫ്യൂംസ്, ഈ വില്യംസ് മോറിസിന്റെ പെർഫ്യൂംസ്, അത് കോംബോ ആയിട്ടാണ്. ഇതിനകത്ത് എല്ലാത്തിലും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എല്ലാം ഒരു ബണ്ടിൽ പോലെയാണ്. ഇപ്പൊ ഹാൻഡ് വാഷ് നമുക്ക് ഒരെണ്ണമായിട്ട് അങ്ങനെ എടുക്കാൻ പറ്റില്ല. ഇപ്പൊ അത് നമുക്ക് 4 എണ്ണം ഒരുമിച്ച് അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റണേ. ഇത് വേടെ ഒരു പ്രോട്ടീൻ്റെ ഒരു ഏരിയ ആണ്. ഒരു സെക്ഷൻ തന്നെ മൊത്തം നമുക്ക് പ്രോട്ടീൻ്റെ പൗഡേഴ്സ് ആണ്. നമുക്ക് ആവശ്യമില്ല, ഞാൻ പിന്നെ ഹെൽത്തി കുട്ടനായതുകൊണ്ട് എനിക്ക് ഇത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അതൊരു പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുമെങ്കിലും ഇതൊക്കെ ഫ്രഷാ. ഇത് നമ്മുടെ 90s കിഡ്സിന്റെ നൊസ്റ്റാൾജിക് സാധനമാണ് ചീറ്റോസ്. ഇത് ഇപ്പൊ നാട്ടിലുണ്ടോന്ന് എനിക്കറിയില്ല, പണ്ട് നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുള്ളതാണ്. സ്നാക്സിന്റെ ഒക്കെ ഒരു വെറൈറ്റി കളക്ഷൻസ് ഇവിടെ ഉണ്ട്. ഈ ഐറ്റംസ് ഒക്കെ നമ്മൾ നോർമൽ ഷോപ്പിലൊന്നും അങ്ങനെ കാണാറില്ല. നമ്മൾ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ കഴിക്കാനൊക്കെ ആയിട്ട് കുറച്ച് നല്ലതായിരിക്കും. പിന്നെ ദുബായ് കുനാഫ ചോക്ലേറ്റ് കണ്ടു, അപ്പോൾ അത് ഞങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല, അതുകൊണ്ട് അതൊന്നും എടുത്തു. പിന്നെ കാർഡ്സിന്റെ ഒരു ഏരിയ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ടോയ് കാർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ പിന്നെ കുറെ നേരം അതുമ്പോൾ തന്നെയായിരുന്നു. ഞാനൊരു കാർ വാങ്ങി കൊടുക്കാന്ന് പറഞ്ഞു പറ്റിച്ച് ഞാൻ തിരിച്ചു കൊണ്ടുവന്നു. അതായത് ഞാൻ പോയാൽ നേരത്തെ വരെ ചോദിച്ചു, വാങ്ങിച്ചതില്ല. പിന്നെ ഇത് നമുക്ക് ജെല്ലി മിഠായി ആണ്. പിന്നെ നമ്മുടെ മാഷ്മെല്ലോ ഉണ്ട്, അതിനുശേഷം പോളോ ഉണ്ട്. പിന്നെ കിക്കാറ്റിൻ്റെ ഒരു ഏരിയ ഉണ്ടായിരുന്നു. കിക്കാറ്റ് പലതരത്തിലുണ്ടായിരുന്നു. ഞങ്ങൾ ഈ കിക്കാറ്റിന് ഒരു ഓഫർ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഈ കിക്കാറ്റ് വാങ്ങിച്ചു. പിന്നെ ഈ ഏരിയ നമുക്ക് പില്ലോസ്, ബ്ലാങ്കറ്റ്, ബെഡ്ഷീറ്റ്, ഡ്യുവറ്റ്, അങ്ങനെ കുറച്ച് സാധനങ്ങളുടെ ഒരു ഏരിയ ആയിരുന്നു. നല്ല അടിപൊളി മെറ്റീരിയലാണ്, നല്ല ഫ്ലഫി ആയിട്ടുള്ള മെറ്റീരിയൽ, നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയലാണ് അവിടെ ഉണ്ടായിരുന്നത്. നമുക്ക് ഈ ഒരു വിന്റർ ടൈമിലൊക്കെ ഇങ്ങനത്തെ ഐറ്റംസ് യൂസ് ചെയ്താൽ നല്ല അടിപൊളിയായിരിക്കും, നല്ലൊരു വാമായിരിക്കും ഉണ്ടാവുന്നത്. പിന്നെ ഇത് ഒരു ജാക്കറ്റിൻ്റെ ഒരു കളക്ഷൻ ആയിരുന്നു. ജാക്കറ്റ്, പിന്നെ ടീഷർട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഫിൽറ്റർ ജഗ്ഗാണ്. നമുക്ക് ഇവിടുത്തെ ടാപ്പ് വാട്ടർ കുടിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ജഗ്ഗിലേക്ക് വെള്ളം എടുത്തിട്ട് അത് ഫിൽറ്റർ ചെയ്തിട്ടാണ് കുടിക്കാറ്. മനോഹരേട്ടാ, എന്തൊക്കെ അഭ്യാസങ്ങളെ ചെറുക്കം കാണിക്കണേ. ഈ കാണുന്ന ഈ പള്ളിപ്പെരുന്നാൾ പോലെ ലൈറ്റ് ഇടിച്ചിട്ടാണ് പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ക്രിസ്മസ് ആകുമ്പോൾ ക്രിസ്മസിൽ ഡെക്കറേറ്റ് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങളാണ്. ഇപ്പോൾ ക്രിസ്മസ് ട്രീ ആണെങ്കിലും അതുകൂടാണ്ട് കുറേ സാധനങ്ങൾ, പല ടൈപ്പിലുള്ള സാധനങ്ങളും ഉണ്ടായിരുന്നു. ഓരോന്നിനും നല്ല ഹൈറ്റാണ്. നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഇത് ചെറിയ ചെറിയ ഐറ്റമായിട്ട് തോന്നുമെങ്കിൽ പോലും ഇത് നമ്മുടെ ഓരോരുത്തരുടെ ഹൈറ്റിന്, ഇപ്പോൾ എൻ്റെ അത്ര ഹൈറ്റ് ഉണ്ട് ഓരോ സാധനങ്ങൾക്കും, അത്ര വലിയ സാധനങ്ങളും ചെറിയ സാധനങ്ങളും ഉണ്ട്. പിന്നെ കുറെ ഗിഫ്റ്റ് ഐറ്റംസ് നമുക്ക് കാണാം, എല്ലാം ബണ്ടിലായിട്ടുള്ളതാ. ഡെക്കർ ഐറ്റംസ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഈ ഒരു പേഴ്സണൽ കെയർ ഐറ്റംസ് ഉണ്ടാവല്ലോ, ബോഡി വാഷ്, സ്പ്രേ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, അതും ബണ്ടിലായിട്ട് കുറെ ഗിഫ്റ്റ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ ഇത് ഡ്രിങ്ക്സിന്റെ ഒരു ഏരിയ ആയിരുന്നു. ഡ്രിങ്ക്സിന്റെ, അതായത് പെപ്സി, കൊക്കോള, അങ്ങനെ കുറച്ച് ഡ്രിങ്ക്സിന്റെ ഏരിയ ആയിരുന്നു. അത് നമ്മൾ ആ കാണുന്ന പോലെ തന്നെ ആ ഒരു ബണ്ടിൽ മൊത്തത്തിൽ എടുക്കണം, അതായത് ഓരോന്നായിട്ടൊക്കെ വാങ്ങിക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ കണ്ട ഒരു അത്ഭുതം എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ ഈ മിനറൽ വാട്ടർ എടുത്തിട്ടുണ്ടായിരുന്നു, ഇഷ്ടംപോലെ. അതായത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം, അതായത് ഒരു വലിയ വലിയ ബണ്ടിലൊക്കെ ആയിട്ടാണ് എടുത്തു പോണത്. കാര്യം ഇവിടെ ആരും ടാപ്പ് വാട്ടർ കുടിക്കാറ്, എല്ലാവരും കൂടുതലും ഈ മിനറൽ വാട്ടറാണ് കുടിക്കാറ്. ചിലവരൊക്കെ അത് വാങ്ങാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് അങ്ങനെ വരുന്നുണ്ട്. ഇത് ഡെസേർട്ടിൻ്റെ ഒരു ഏരിയ ആയിരുന്നു. പിന്നെ കേക്ക്സ് ഉണ്ട്. പിന്നെ ഇത് ബ്രൗണിയുടെ ഒരു ബോക്സ് ആയിരുന്നു. ഞങ്ങൾ ഇതൊരു ബോക്സ് വാങ്ങിച്ചു, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബ്രൗണി. പിന്നെ നമ്മളൊരു മെക്രോൺസ് എടുത്തു. ഇത് ഫ്രഞ്ച് മെക്രോൺസ് ആണ്, 36 പീസസിനകത്തുണ്ട്. നല്ല കളർഫുൾ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഒരു അട്രാക്ഷൻ തോന്നി, അങ്ങനെ എടുത്തു. പിന്നെ കുറെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായി. ഇവിടെ എല്ലാ സാധനങ്ങളും ഒരുപാട് ഐറ്റംസ് പല ടൈപ്പിലുള്ളതുണ്ട്.
നമ്മൾ നാട്ടിലൊക്കെ കാണുന്ന ടൈപ്പ് ഒരു പൊട്ടറ്റോ അല്ല, ഇത് ചെറിയ ചെറിയ പൊട്ടറ്റോസ് ആയിട്ട്. ഇവിടെ എന്താണത്? ഡേറ്റ് ഫ്രൂട്ട്സാ? ഫ്രൂട്ട് കേക്ക്. ഓ, ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര കൊതിയാവും. ഫുള്ള് നട്ട്സ് ആണ്. ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ്. നമ്മൾ നേരത്തെ കണ്ടപ്പോ കുറച്ച് ആൾക്കാർ ഇത് കൊണ്ടുവന്ന് ഞെക്കി ആകെ ലമ്പാക്കി വെച്ചിട്ടാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിളാക്കി വെച്ചിട്ടാണ്. നമുക്ക് കാര്യം ചെയ്യണം, താഴേന്ന് എടുക്കാം. അപ്പൊ മലയാളികൾ അങ്ങനെയാണല്ല. അതൊരു സെറ്റിൽ വന്നത് 6 എണ്ണം ഉണ്ടാ. ഇത് ഏതാണ് എങ്ങനത്തെ മാങ്ങാന്നും നാടൻ മാങ്ങ പല ടൈപ്പ് ഉണ്ടല്ലോ, അതിന്റെ ഏതാണ് മാങ്ങാന്നൊന്നും എനിക്കറിയാൻ പാടില്ല, പേരൊന്നും അറിയാൻ പാടില്ല. ഇത് നമ്മൾ എടുത്ത് നോക്കണം. നമ്മുടെ ഹലോവീൻ്റെ സമയത്ത് എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെ നാട്ടിൽ എത്രത്തോളം ഇതാണെന്ന് നമുക്കറിയില്ല, പക്ഷെ ഇവിടെ ഇത് മെയിനാണത്. ഹലോവീൻ്റെ സമയത്ത് എന്താ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇത് കുഞ്ഞി തക്കാളി. ഇത് ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ ഇങ്ങനെയുള്ള തക്കാളി കാണുന്നത്. ഇത് സാധാ ചെറി ടൊമാറ്റോ എന്നാണ് ഇവർ പറയാ, എല്ലാ സൂപ്പർ മാർക്കറ്റിലും കാണും. പിന്നെ ഇവിടെ എല്ലാം കുറേ കിലോ കണക്കിന് സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കുകയാണെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. ഞങ്ങൾ 2 രൂപ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അത്രയും കിലോ കണക്കിന് ഓറഞ്ച് ഒന്നും വാങ്ങിയിട്ട് ഒരു കാര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വാങ്ങില്ല. പിന്നെ സാൽമൺ ഉണ്ടായി, പ്രോൺസ് എല്ലാം ഉണ്ടായി അവിടെ. എല്ലാം നല്ല ഫ്രഷ്, നല്ല ഗുഡ് ക്വാളിറ്റി ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. കേക്ക് ആയാലും പേസ്ട്രി ആയാലും അതേപോലെ തന്നെ ഡോണറ്റ്സ്, എല്ലാ സംഭവങ്ങളും ഇഷ്ടം പോലെ നമുക്ക് കാണുമ്പോൾ എടുക്കാൻ തോന്നും. പിന്നെ ഒരുപാട് ഷുഗർ ആയതുകൊണ്ട് നമ്മൾ വേണ്ട. പൊതുവെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഓയിലായിരുന്നു, നോർമൽ ഓയിലായിരുന്നു. പക്ഷെ നോർമൽ ഓയിൽ നമ്മൾ എന്തൊക്കെ എങ്ങനെ പോയാലും നമ്മൾ ഒരു ഇന്ത്യൻ ഫുഡ് നമ്മൾ നോർമൽ ഓയിൽ പൊരിച്ച് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് കിട്ടില്ല. അതിന് കോക്കനട്ട് ഓയിൽ തന്നെ വേണം. ഇപ്പോഴാണ് ഈ കോസ്കോയിൽ വന്നപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വന്നത്. ഇത് KTCയുടെ കോക്കനട്ട് ഓയിലാണ്. നമുക്ക് ഇതിന് റേറ്റ് വരുന്നത് 10 പൗണ്ടിന് ഒരു 1000 രൂപ. അതെ, നമ്മുടെ നാട്ടിൽ 1000 രൂപ ഒരെണ്ണത്തിന്. ഞങ്ങൾ 2 കൊടുക്കുകയാണ് 2000 രൂപ. നാട്ടിലെ കറൻസി കമ്പയർ ചെയ്യുമ്പോൾ 2000 രൂപയ്ക്കാണ്. പക്ഷെ ഇവിടെ 10 കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു എന്താ പറയുക 500 രൂപയുടെ വിലയുള്ളൂ. സത്യം പറയാലോ, ഒരു മാസം തട്ടി മുട്ടി ജീവിച്ചു പോണെങ്കിൽ തന്നെ ഒരു 1.5 കോടി രൂപ വേണം. ചില മാസങ്ങളിൽ 2 വരെ പോകും. ഇത് പ്യുവർ ബട്ടർ ഗീ ആണ്. നമ്മൾ നെയ്ച്ചോറൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി, നമ്മുടെ നാട്ടിൽ നെയ്ച്ചോറൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗീ ആണ്. എന്തായാലും നാട്ടിൽ നമ്മൾ പുറത്ത് വാങ്ങിക്കുന്ന അപേക്ഷിച്ച് ഇത് ലാഭമാണ്. എല്ലാ സ്പൈസസും കാര്യങ്ങളും നമ്മളുടെ കുരുമുളക്, അതേപോലെ തന്നെ വെളുത്തുള്ളിയുടെ പൊടി, ഗാർലിക്, അതേപോലെ തന്നെ എല്ലാ സ്പൈസസ്, ഓണിയൻ പൗഡർ, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടായി. സ്പൈസസ് ഒക്കെ നമ്മൾ എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ആൾക്കാർ കൂടുതലും നമ്മളെ പോലെ ഒരുപാട് യൂസ് ചെയ്യുന്നില്ല, കുറച്ച് മാത്രം. അപ്പോൾ ഇതേപോലെയുള്ള ചെറിയ ചെറിയ ടിന്ന് വാങ്ങിയിട്ട് അങ്ങനെ ആയിരിക്കും യൂസ് ചെയ്യുക. പിന്നെ ഇത് കെച്ചപ്പിൻ്റെ ഏരിയയാണ്. കെച്ചപ്പും നമ്മൾക്ക് ഇവിടെ വന്നിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് കെച്ചപ്പും മയോയോ ആണ്. ഇത് എൻ്റെ അൽഫയുടെ 1 ഓഫ് ദി ഫേവറേറ്റ് ആണ്, ഫെറാറോ റോച്ചർ. ഇത് എത്ര പീസാണ്? 48 പീസിൻ്റെ 11 പൗണ്ട്. നമ്മളവിടെ നിന്ന് വാങ്ങിക്കാറുള്ളത് 24 പീസാണ്. അതിനെന്തോ ഏകദേശം അറൗണ്ട് ഒരു 6 പൗണ്ടുണ്ട് വ്യത്യാസം, 6 പൗണ്ട്. പിന്നെ ഇത് ഇലക്ട്രോണിക്സിൻ്റെ ഒരു ഏരിയ ആയിരുന്നു. ഇലക്ട്രോണിക്സിന് നമുക്ക് നമ്മൾ നാട്ടിൽ ലുലുവിലൊക്കെ പോകുമ്പോൾ കാണാവുന്ന പോലെ TV കളുടെ കുറച്ച് ഏരിയ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പം ഈ ഒരു TV കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര സ്ലിം ആയിരുന്ന TV. അപ്പോൾ ഞാൻ ചുമ്മാ കണ്ടപ്പോൾ ഇത് എടുത്താണ്. നമ്മൾ സെയിംസ്ബറിയിലൊക്കെ എപ്പോഴും വാങ്ങിക്കാറുള്ളതാണ്. ഇത് അവിടെ 2.5 പൗണ്ടാണ്. പക്ഷേ ഇവിടെ നമുക്ക് 8 കൂടി 10 പൗണ്ടിനാണ് കിട്ടുന്നത്. 10 ഓവൻ ബേക്ക്ഡ് ആണ്. നമുക്ക് 12 വരുന്നതിനകത്ത് അല്ലേ. ഇത് പറഞ്ഞെടുത്ത് ഇത് നമുക്ക് വീട്ടിൽ നമ്മൾ ഇടയ്ക്ക് ഞങ്ങൾ ഫാമൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ കഴിക്കാൻ അടിപൊളിയായിരിക്കും. നമുക്ക് എല്ലാവർക്കും പൊതുവെ അറിയാവുന്ന കാര്യമാണ്, പക്ഷെ എന്നാലും അറിയാത്ത ഇപ്പോൾ കുറച്ച് ആൾക്കാരുണ്ട്. ഇതാണ് ലൈവ്. നമ്മൾ കറിക്കുകയാണെങ്കിലും അല്ലാത്ത കലക്കി കുടിക്കാനാണെങ്കിലും എല്ലാവരും ഉപയോഗിക്കുന്നതാണ് ലൈവ്. ഇത് ലൈവ്. പിന്നെ വന്നത് ലെമൺ വന്നത് ഇതാണ്. ഇത്രയും വലിപ്പമുള്ളതാണ് ഈ ലെമൺ. ഇത് പലർക്കും അറിയാൻ പാടില്ല, പലർക്കും അറിയായിരിക്കും. അറിയാൻ പാടാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ വന്നതിന് ശേഷം കണ്ടത് ഈ വെളുത്ത സവാള. ഇത് നമ്മൾ കറി വെക്കുന്ന ആ റെഡ് സവാളയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടണമെന്നില്ല, പിന്നെ വേറെ ടേസ്റ്റാണ്. നമ്മൾ പൊതുവെ യൂസ് ചെയ്യാറില്ല. പിന്നെ ജസ്റ്റ് കണ്ടപ്പോൾ ഞാനൊരു കൗതുകം കണ്ടപ്പോൾ ഞാൻ എടുത്താണ്. ഭയങ്കരമായ ആള്. ഇഞ്ചി, സവാള, എല്ലാ വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഒരു 1 മന്തിലേക്ക് ഒരുമിച്ച് സാധനങ്ങളൊക്കെ വാങ്ങണവരാണെങ്കിൽ നമുക്ക് എല്ലാ ഐറ്റംസും ഒരുമിച്ച് ഇവിടെ തന്നെ കിട്ടും. പിന്നെ ബൾക്കായിട്ട് എടുക്കണോണ്ട് തന്നെ കാശ് കുറവായതുകൊണ്ട് അത്യാവശ്യം എല്ലാ ആൾക്കാരും ഇവിടെ സെറ്റിലായ ആൾക്കാരൊക്കെ ഈ ഒരു കോസ്കോ മെമ്പർഷിപ്പ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ചീപ്പായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം കഴിഞ്ഞ് ബില്ലടിക്കാൻ പോവുകയാണ് ഗൈസ്.
ലാസ്റ്റ് ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ പിസ്സ കണ്ടപ്പോൾ ചെറുതായിട്ടൊരു വിശപ്പ് തുടങ്ങി. അതെ, പിസ്സ കണ്ടപ്പോൾ ഞങ്ങൾക്ക് വിശപ്പ് തുടങ്ങി. അപ്പോൾ ഞങ്ങളൊരു ഈ മോണിറ്റർ കാണിക്കുന്ന പോലെ തന്നെ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാൻ നമുക്ക് സെൽഫായിട്ട് നമ്മൾ ഓർഡർ ചെയ്യുന്നു. പിന്നെ നമുക്ക് ആ ബില്ല് ഒന്ന് കാണിക്കുമ്പോൾ നമ്മളെ ടോക്കൺ വിളിക്കും, അങ്ങനെ നമുക്ക് ഫുഡ് കിട്ടി. പിന്നെ ഞങ്ങൾ ഒരു സ്ലൈസും ഒരു മാംഗോ ഫ്രൂട്ട് ഷേക്കാൻ വാങ്ങിച്ചോളൂ. കാരണം എന്താ വെച്ചാൽ ടേസ്റ്റിംഗ് ഉണ്ടെന്ന് അറിയില്ലാത്തതുകൊണ്ട്, ആദ്യമായിട്ടുള്ള ഫസ്റ്റ് ട്രൈ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് ടേസ്റ്റിംഗ് ഉണ്ടെന്ന് അറിയാത്തതുകൊണ്ട് ജസ്റ്റ് ഒരെണ്ണം മാത്രമേ വാങ്ങിയുള്ളൂ. പക്ഷെ അത് നല്ലതായിരുന്നു, അത്യാവശ്യം ഓക്കെ ആയിരുന്നു ആ ഒരു പ്രൈസിന്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ നിൽക്കുക. ഓക്കെ, ബൈ.